ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 165. നമ്മളിപ്പോൾ 53ാമത്തെ ഉപനിഷത്തായിട്ട് ഈശാവാസ്യോപനിഷത്താണ് നോക്കുന്നത്. അതിലിത് 6ാമത്തെ മന്ത്രമാണ്. ഇവിടെ എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കുവാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നതെന്ന് നോക്കിയിട്ട് നമുക്കതിലേക്ക് വരാം. യസ്തു സർവാണി ഭൂതാന്യാത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോ ന വിജുഗുപ്സതേ. ഏതൊരാൾ സർവ ജീവജാലങ്ങളിലും പരമേശ്വരനെ കാണുകയും അതേപോലെ ആ പരബ്രഹ്മത്തെ പ്രാണിവർഗത്തിൽ ദർശിക്കുകയും ചെയ്യുന്നുവോ അവന് ആരെയും വെറുക്കുവാനോ ദ്വേഷിക്കുവാനോ കഴിയുകയില്ല. ഇത് ചെറിയൊരു കാര്യമാണ്. ഏതൊരാൾക്ക് സകല ജീവജാലങ്ങളിലും കാണുന്നതിലുള്ള ജീവനുള്ള എല്ലാതേലും എല്ലാ ജീവജാലങ്ങളിലെന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരിലും മാത്രമല്ല, മറ്റുള്ള ജീവജാലങ്ങളിലും എല്ലാം മെഡിക്കൽ കല്ലിലും എല്ലാം ആകാം പരമേശ്വരനെ ദർശിക്കുകയും നോക്കുന്നതിലെല്ലാം ഈശ്വരനാണ്, ആ പരമേശ്വരനാണ് ഉള്ളതെന്ന് മനസ്സിലാക്കും. അതേപോലെ ആ പരബ്രഹ്മത്തിൽ ആ പരമേശ്വരന് എല്ലാ ജീവജാലങ്ങളെയും ദർശിക്കാൻ പറ്റണം. ആ ബ്രഹ്മം എന്നത് എല്ലാ ജീവജാലങ്ങളും ആ ബ്രഹ്മമാണെന്ന് ദർശിക്കുവാൻ പറ്റുന്നവർക്ക് അവനെ ആരെയും വെറുക്കാൻ പറ്റില്ല, കുറ്റം പറയാനും പറ്റില്ല. ഇത് ആണ് ആത്മീയതയുടെ അടിസ്ഥാന തത്വം. വേദം പറയുന്ന ആത്മീയതയുടെ അടിസ്ഥാന തത്വം. ആരെങ്കിലും ബ്രഹ്മചര്യത്തിലേക്ക് ആത്മീയതയിലേക്ക് തിരിയുന്നുണ്ട്, ആദ്യം പണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ തത്വമാണ്. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. കാരണം ആദ്യ ബ്രഹ്മമേ ഉണ്ടായിരുന്നുള്ളൂ, നിർഗുണമായ. അതിനൊരു പ്രപഞ്ചം ഉണ്ടാക്കണം എന്ന് തോന്നിയപ്പോൾ അതൊരു ശക്തി വിശേഷമാണ്. ആ ശക്തി ഊർജമായിട്ട് ഒഴുകുന്നു, ആ ഊർജം കണമാകുന്നു. അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കണങ്ങൾ ആറ്റങ്ങളാകുന്നു, മനുഷ്യരായിത്തീരുന്നു സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം ആദ്യം അതേ ഉള്ളൂ, അതാണ് ഇതെല്ലാം മാറിയത്. അത് വേറൊന്നും ഉണ്ടാക്കിയതല്ല, വേറൊന്നും ഇല്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പം അത് തന്നെയാണ്, അതൊരു ശക്തി വിശേഷമാണ്. ആ ശക്തിയാണ് ഊർജമായി മാറിയത്. ഇന്നത്തെ നിലയിലുള്ള ഊർജമായിട്ടും കണങ്ങളായിട്ടെല്ലാം മാറിയത്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാമായിട്ട് മാറിയത്. അപ്പം എല്ലാം തന്നെയാണ് ബ്രഹ്മമായി മാറണം. അതാണ് ശരിയായ ദർശനം. പക്ഷേ നമ്മളിൽ ഞാനെന്നൊരു ചിന്തയുണ്ടായത് കൊണ്ടാണ് നമുക്ക് പലതും പലതായിട്ട് തോന്നുന്നത്. അപ്പോഴാണ് ഭൗതിക ലോകം. ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും പലതായിട്ട് കാണുന്നതാണ്. അതൊരു മായയാണ്. യഥാർത്ഥത്തിൽ ഒരൊറ്റ വസ്തുവാണ് ഇങ്ങനെ പലതായിട്ട് പല രൂപത്തിൽ കാണുന്നത്. സംഗതിയെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മളിപ്പം കല്ലുകൊണ്ട് വീടുണ്ടാക്കി കഴിഞ്ഞാലും പള്ളി ഉണ്ടാക്കിയാലും അമ്പലം ഉണ്ടാക്കിയാലും എല്ലാം ഒരേ സാധനം, കല്ല് തന്നെ ഇതത്രയും. അത് തിരിച്ചും മറിച്ചും വെക്കുമ്പോൾ ഓരോ രൂപത്തിലാകുന്നതെന്നല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. പല രൂപത്തിലുണ്ടാക്കുന്ന മാതിരിയുള്ളൂ. അതുപോലെ തന്നെ ആറ്റങ്ങളെ കൊണ്ടാണ് പലതരം മനുഷ്യരെ എല്ലാം ഈ കാണുന്ന എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാം അതുപോലെ തന്നെ ആ ബ്രഹ്മമാണ് ഇതെല്ലാമായി മാറിയത്. അപ്പം നമ്മൾ ആത്മീയതയിലേക്ക് തിരിയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക. എല്ലാ പരമേശ്വരനാണ്. ഹിന്ദുവിനെ കണ്ടാലും മുസ്ലിമിനെ കണ്ടാലും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്നെല്ലാം പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കണ്ടാലും എല്ലാത്തിനെയും ഈശ്വരനെ ദർശിക്കാനാണ് ആത്മീയതയുടെ ലക്ഷ്യം. അവനാരെയും കുറ്റം പറയാൻ പറ്റില്ല, ഒന്നിലും വ്യത്യസ്തത കാണാനും പറ്റില്ല. ഇതാണ് ആത്മീയവാദികൾക്കുണ്ട്. പക്ഷെ ഇന്നത്തുള്ള ആത്മീയവാദികൾ പലതായിട്ടാണ് കാണുന്നത്. അത് ആത്മീയവാദമല്ല. ഇതൊന്നും ആത്മീയവാദമല്ല. ഇന്ന് നമ്മളൊക്കെ പറയുന്ന ഒന്നും വേദം പറയുന്ന ആത്മീയവാദം, അത് വേറെ എന്തെല്ലോ സംഗതിയാണ്. നമ്മുടെ വേദ പുരാണ ഉപനിഷത്തുക്കളിൽ പറയുന്ന ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ഏതെങ്കിലും ഒരു ആത്മീയവാദി ഉണ്ടെങ്കിൽ
അവൻ എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാൻ കഴിയണം. അവൻ ആരെയും കുറ്റം പറയില്ല. എല്ലാം അതും ഇതുമെല്ലാം ബ്രഹ്മം തന്നെയാണ്. ഇതാണ് വേദം പഠിപ്പിക്കുന്നത്, ഉപനിഷത്ത് പഠിപ്പിക്കുന്നത്. ഉപനിഷത്തിൽ പ്രധാനപ്പെട്ട ഇതെല്ലാം തന്നെയാണ് എപ്പോഴും എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുവാൻ പഠിക്കുക. പക്ഷെ നമുക്കതാകുന്നില്ല. നമ്മളെല്ലാം ഭൗതികവാദികളാണ്. നമ്മൾ ആത്മീയവാദികളല്ല. ലോകത്തിൽ ആത്മീയവാദി എന്ന് പറയുന്നത് വളരെ കുറച്ച് പേര്. അവരും ഉണ്ടാണ്ട് ഇപ്പം സന്യാസത്തിലേക്കെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ പോകേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ആരോടും മിണ്ടാതെ അങ്ങനെ അങ്ങ് പോകണം. പിന്നെ ബ്രഹ്മസാക്ഷാത്കാരം വരെ എവിടെയെങ്കിലും ഒറ്റക്ക് ഏകനായിട്ട് ആരുമായിട്ട് കൂട്ടില്ല. ഇതാണ് വേദം പറയുന്ന ബ്രഹ്മസാക്ഷാത്കാരം. അങ്ങനെയുള്ള മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. നമ്മളെ മുമ്പിലോട്ട് കൺമുമ്പിലോട്ടും കൂടിയും പോകുന്നുണ്ടാവും. ഈ ലോകത്തിലല്ലാതെ മാതിരി ഈ ലോകത്ത് കാണുന്ന ഒന്നിനും അത് ശ്രദ്ധിക്കില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഇതിലെല്ലാം ബ്രഹ്മം തന്നെയാണ്. വ്യത്യസ്തമായിട്ടൊന്നും അവനെ കാണുന്നില്ല. അത് നമ്മൾ കഴിഞ്ഞ പറഞ്ഞ ഒരു വിഷയം തന്നെയാണ്. അതെങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് ചിലപ്പോൾ ശങ്കയുണ്ടാകും. അപ്പം അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. ഉപനിഷത്ത് തന്നെ പറയുന്നത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ തരത്തിലാണ് നമ്മളെ ലോകമായിട്ട് തീരുക എന്നാണ്. നമ്മൾ അത് മാത്രമേ കാണുള്ളൂ. ഇപ്പം നമുക്ക് കലയിലാണ് താല്പര്യം, സിനിമയിലാണ് താല്പര്യം എന്ന് നോക്കുന്നിടത്തെല്ലാം സിനിമേൻ്റെ കാര്യങ്ങളാണ് നമ്മളെ ശ്രദ്ധയിൽ വരിക. മറ്റുള്ള ഒന്നും ശ്രദ്ധയിൽ വരില്ല. ഇന്നടുത്ത് ഇന്ന സിനിമയുണ്ട് ഇത്. അതുമാതിരി ഭക്ഷണത്തെ പറ്റി താല്പര്യക്കുന്നു. ഇതെല്ലാം ഉപനിഷത്ത്, ഭക്ഷണത്തിൻ്റെ എല്ലാം ഉപനിഷത്ത് പറഞ്ഞു തന്നെയാണ്. ഒരു ഭക്ഷണത്തെ തിന്നണമെന്ന് ചിന്തിച്ച് നടക്കുന്നവർക്ക് അടുത്ത് ഹോട്ടലുകളെല്ലാം കാണാൻ പറ്റും. ഇഷ്ടംമാതിരി ഹോട്ടലുകളും ചായക്കടകളെല്ലാം അവൻ്റെ ശ്രദ്ധയിൽ വരും. അവൻ അതേ ശ്രദ്ധിക്കൂ. നമ്മുടെ കൺമുമ്പിലോട്ട് എത്രയോ വിഷയങ്ങൾ കടന്നു പോകുന്നുണ്ട്. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമുക്കെന്തെങ്കിലും താല്പര്യമുണ്ട്. ഇപ്പോൾ എത്രയോ ആൾക്കാർ ഇതിൻ്റെ മുമ്പിലോട്ട് പോകുന്നു, നമുക്ക് ശ്രദ്ധിക്കുന്നു പോലുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു നമുക്കറിയുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് നമ്മളെ കണ്ണ് അതിൽ പിടിക്കും. ഇന്നാൾ പോകുന്നു. ബാക്കിയെല്ലാം ആര് പോയാലും നമ്മളെ ശ്രദ്ധയിൽ താല്പര്യമില്ലാത്ത കക്ഷിയാണെങ്കിൽ നമ്മളെ ശ്രദ്ധയിൽ വരില്ല. അപ്പം നമ്മളെ ലോകം എന്ന് പറയുന്ന ഒരു ഇടുങ്ങിയതാണ്. എന്താണോ ഇപ്പോൾ നമ്മളെ മനസ്സിലുള്ള വിഷയം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കാണുകയുള്ളൂ. എന്നാൽ ഒന്നിലും താല്പര്യമില്ലെങ്കിലും ഒന്നും കാണാൻ പോകുന്നില്ല. ഒന്നിലും ഒരു താല്പര്യം ഉണ്ടാവില്ല. നമുക്ക് ഒരു വിഷയത്തിലും താല്പര്യമില്ലെങ്കിൽ നമ്മളെ കണ്ണിൻ്റെ മുമ്പിലോട്ട് എന്ത് പോയാലും, കാരണം ഭക്ഷണത്തെ പറ്റി താല്പര്യമാണെങ്കിൽ ഹോട്ടലും അത് മൂക്കെല്ലാം മണമെല്ലാം പിടിക്കും, അതേ മണം പിടിക്കും. ബാക്കിയുള്ളതും മണം വരുമായിരിക്കും, പക്ഷേ കാണാൻ പോകുന്നില്ല. ഹോട്ടലുകൾ ഇവിടെ ചായപ്പുഴ മറ്റേ അടുത്ത് ഹോട്ടൽ ഇതെല്ലാം അങ്ങനെ ശ്രദ്ധയിൽ വരും. എല്ലാം നമുക്ക് സിനിമ കാണണമെന്ന് തോന്നിയാണെങ്കിൽ അത് അവിടെ ഇന്ന സിനിമ, ഇവിടെ ഇന്ന സിനിമ, ഇങ്ങനെയെല്ലാം നമ്മളെ തിയേറ്ററുകൾ നമ്മളെ ശ്രദ്ധയിൽ വരും. നമ്മളൊരു ബസ്സിലോട്ട് പോയിട്ട് നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ മരുന്നിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക മെഡിക്കൽ ഷോപ്പല്ലായിരിക്കും, ഇവിടെയുണ്ടോ. ആ ശ്രദ്ധയിൽ അതേ വരുള്ളൂ. മറ്റുള്ള കടകളൊന്നും ശ്രദ്ധയിൽ വരില്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് തിരക്കി പോകുന്നുണ്ടെങ്കിൽ ആ വസ്തു എവിടെയെങ്കിലും ശ്രദ്ധയിൽ വരുമ്പോൾ പെട്ടെന്ന് ആ ബോർഡെല്ലാം കാണുമ്പോൾ നമ്മളെ മനസ്സാണ് പതി. എന്തിലാണോ നമുക്ക് താല്പര്യമുള്ളത് അത് മാത്രമേ ഈ ലോകത്തിൽ കാണുന്നുള്ളൂ. അവൻ്റെ ലോകം അതായിത്തീരുകയാണ്. ആ നിലയിൽ നമുക്ക് ഒന്നിലും താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തോട്ട് എന്ത് നമ്മളെ മുമ്പിലോട്ട് പോയാലും നമ്മൾ കാണാൻ പോകുന്നില്ല. ഈ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവന്, സന്യാസത്തിലേക്ക് തിരുന്നവന് വിരക്തി വന്നാലേ അത് പറ്റുകയുള്ളൂ. കാരണം നമ്മളെ കർമ്മം ചെയ്യാനാണ് ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പം കർമ്മം ചെയ്യാൻ നമ്മളെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയത്. ആ ആഗ്രഹത്തിൻ്റെ പിന്നാലെ നമ്മൾ ഓടും. ഒരു ആഗ്രഹം ഉണ്ടാക്കിയില്ലെങ്കിൽ അതെപ്പോഴാണ് നമ്മളെ കർമ്മം തീരുമ്പോഴാണ് സംഭവിക്കുന്നത്. നമ്മളെ കർമ്മം തീരുമ്പോൾ നമ്മളെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടാക്കില്ല.
അവന് മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടൂ. അങ്ങനെ അവന് ജീവിതത്തിൽ വിരക്തി വരും. ആ വിരക്തി വന്നവന് പിന്നെ ഒന്നും ശ്രദ്ധയിൽ വരില്ല. അവനെങ്ങനെ കാറ്റത്ത് പോകുന്നവരും പോകും. അങ്ങനെയുള്ള ആൾക്കാർ റോട്ടുമ്പിലോട്ട് പോകാൻ അവന് കുളിക്കലും നനക്കലും ഒന്നും ഉണ്ട്. കാരണം സന്യാസിയാകുമ്പോൾ എല്ലാം ഉടുപ്പ് തുണി അടക്കം ഉപേക്ഷിച്ചിട്ടാണ് പോകാൻ പറയുന്നത്. കുളിക്കില്ല, ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ നടന്നു പോകുന്നതാണ്. ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അവർക്കൊന്നിനും താല്പര്യമില്ല, അപ്പുറം ഇപ്പുറം ഒന്നും നോക്കില്ല. ഈ ലോകത്തിൽ എന്ത് നടന്നാലും അവൻ്റെ ശ്രദ്ധ വരുന്നില്ല. നമ്മളിലും അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. നമ്മളിവിടുന്ന് 1 കിലോമീറ്റർ ദൂരത്ത് റോട്ടുമ്മലോട്ട് പോകുന്നു എന്ന് വെച്ചോളൂ. നമ്മുടെ മുമ്പിൽ അതിൻ്റെ സൈഡിലോട്ട് എത്രയോ കാറുകൾ പോകുന്നുണ്ട്, നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആരെങ്കിലും വന്നിട്ട് ഒരു പച്ചക്കാർ ഇതിലൂട്ട് പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ചക്കാർ എന്തോ ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയും. കാരണം നമുക്ക് നേരെ മറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂട്ടറുകാരൻ നമ്മളെ കൂട്ടാൻ വരുന്ന ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ സ്കൂട്ടറുകളെല്ലാം ശ്രദ്ധിച്ച് പോകും. കാറ് ശ്രദ്ധിക്കില്ല. ഒരു സ്കൂട്ടർ വരുന്നുണ്ടോ നോക്കും. അവൻ കൂട്ടാൻ വരാൻ തന്നെയാണ്, അവനാണോ വരുന്നത്. അപ്പം നമ്മളെ ശ്രദ്ധയിലെ എല്ലാ സ്കൂട്ടറുകളും നമ്മൾ ശ്രദ്ധിക്കും. എന്നാൽ കാറെല്ലാം അതിലോട്ട് പോവുകയാണ്, അതൊന്നും ശ്രദ്ധിക്കില്ല. അപ്പം നമ്മുടെ ശ്രദ്ധ ലോകം ഇടുങ്ങിയതാണ്. ഒരു താല്പര്യമില്ലെങ്കിൽ നമ്മളെ അടുത്തോട്ട് എന്ത് വണ്ടി പോയാലും നമ്മൾ അറിയാൻ പോകുന്നില്ല. അവനാണ് ഈ എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുന്നവൻ. അവനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതെല്ലാം എല്ലാം ഒന്ന് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല കാണുന്നതില്ല. അപ്പം അങ്ങനെ ഒരു മനസ്ഥിതിയായി മാറും അവനിൽ ഒരു ആഗ്രഹവും ഇല്ലാതെ വരുമ്പോൾ. അവൻ്റെ കർമ്മം തീരുമ്പോൾ ആ ശക്തിവിശേഷം അവനിൽ ഒരു ആഗ്രഹം ഉണ്ടാക്കില്ല. അതോടുകൂടി ഞാനെന്ന ചിന്തയെ അവനിലങ്ങ് ഇല്ലാതെയാകും. അവൻ ഈ ലോകത്തിൽ ഒന്നും കാണാൻ പോകുന്നില്ല. അവൻ്റെ ലോകം ശൂന്യം. നമ്മൾ എന്ത് വിഷയത്തിലാണോ താല്പര്യം ആ വിഷയമായിരിക്കും നമ്മളെ ലോകം. നമ്മളൊരു ആത്മീയവാദിയാണ്, പ്രഭാഷണം കാണണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ മൊബൈലിൽ തപ്പുമ്പോൾ നമ്മളെ ശ്രദ്ധയിൽ അതേ വരും ആത്മീയ പരിപാടി. പിന്നെ കമ്പ്യൂട്ടറിനും മൊബൈലിനും ആ സെറ്റപ്പിനും അറിയാം ഇവൻ ഇത് നോക്കി നടക്കുന്ന പാർട്ടിയാണെന്ന്. പിന്നെ അതിൽ നിന്ന് എല്ലാം സെലക്ട് ചെയ്ത് നമ്മളെ മുമ്പിൽ ഇതുമാതിരി ഇട്ട് തരും. മറ്റേ അപ്പം നമ്മൾ മുഴുവൻ എന്തായിരിക്കും, നമ്മളെന്താ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ആ വിഷയമാണ്, ആത്മീയം എന്ന് കയറിയിരിക്കുകയാണ്. കാരണം എല്ലാം കയറി വരുന്നത് ഈ ആത്മീയമാണ്. നമ്മൾ വിചാരിക്കാൻ നമ്മളെ ലോകം മുഴുവൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും നമുക്കൊരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പേപ്പർ നോക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ കാണുന്ന മുഴുവൻ അത്തരം വാർത്തകളായിരിക്കും. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് എന്തെങ്കിലും നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആർക്കോ വേണ്ടപ്പെട്ടവരവർ ആ ആക്സിഡൻറ്റ് നടക്കും, വളരെ ദുഃഖമുള്ളൊരു സമയമാണ്. നമ്മൾ പത്രം നോക്കുമ്പോൾ പിന്നെ കാണാൻ പോകുന്നത് മുഴുവൻ ആക്സിഡൻറ്റ്. അവിടെ നടന്നു, നാട്ടിൽ നിറച്ച് ഇപ്പോൾ ആക്സിഡൻ്റ് ആണെന്ന് നമ്മൾ ചിന്തിക്കും. ഈ ആക്സിഡൻറ്റുകൾ പണ്ടും നടക്കുന്നുണ്ട്, എത്രയുണ്ട്. പക്ഷെ നമ്മളെ ശ്രദ്ധയിൽ അപ്പോൾ അതൊന്നും വരില്ല, ആക്സിഡൻ്റ് ആണെന്നൊന്നും വരില്ല. പക്ഷെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ വിഷയമായിട്ട് വരുമ്പോൾ പേപ്പർ നോക്കിയാലും TV-യിൽ നോക്കുമ്പോഴും യൂട്യൂബ് നോക്കുമ്പോഴും നമ്മൾ കാണുന്ന മുഴുവൻ നമ്മളെ ശ്രദ്ധയിൽ വരുന്ന മുഴുവൻ ആക്സിഡൻറ്റുകളാണ് ആ സമയത്ത്. അപ്പം നമ്മൾ വിചാരിക്കും ലോകം മുഴുവൻ ഈ ആക്സിഡൻ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ആക്സിഡൻ്റ് ഉണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും നടക്കുന്നതിനെയാണ്, നമ്മളതിനെ ശ്രദ്ധിക്കാതെ ഉള്ളൂ. അപ്പം നമ്മളെ ശ്രദ്ധ അനുസരിച്ചാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നിലും താല്പര്യമില്ലാതെ വരുമ്പോൾ നമ്മളൊന്നും കാണാൻ പോകുന്നില്ല. ഈ ലോകം എന്ത് തലകുത്തി മറിഞ്ഞാലും നമ്മളെ ശ്രദ്ധയിൽ വരില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കും. ഇതാണ് ആത്മീയതയുടെ അടിസ്ഥാന തത്വം. നമ്മൾ ആത്മീയതയിലേക്ക് തിരിയണ്ടെങ്കിൽ, എല്ലാം ബ്രഹ്മമാണ് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണ്ടെങ്കിൽ നമ്മൾ ഈ സത്യം ഉൾക്കൊള്ളണം. എല്ലാം ബ്രഹ്മമാണ്
ആ ബ്രഹ്മമാണ് ഇതെല്ലാമായി മാറിയത് എന്നൊരു സത്യം ഉൾക്കൊള്ളാൻ പറ്റണം. ആ സത്യം ഉൾക്കൊള്ളുന്നവന് മാത്രമേ എല്ലാ ജീവജാലങ്ങളിലും ബ്രഹ്മത്തെ കാണാൻ പറ്റുകയുള്ളൂ. അതാണ് ആത്മീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൂടെയാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പോകുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഭൗതികവാദികളാണ്. അവരവരുടെ ഓരോ ഇടുങ്ങിയ ലോകത്തിൽ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ആർക്കിത് പറ്റുമോ? ഏതൊരാൾക്ക് എന്നാണ് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളിലെയും കാണുന്നതിലെല്ലാം ബ്രഹ്മത്തെ മാത്രം ദർശിക്കുക. ആ ബ്രഹ്മം എന്നത് ഈ പറയുന്നത് എല്ലാമായിട്ട് കാണുക. അങ്ങനെ ആർക്ക് സാധിക്കുന്നുവോ അവർക്ക് ആരെയും വെറുക്കാനോ വിദ്വേഷിക്കാനോ കഴിയില്ല. കാരണം എല്ലാം ബ്രഹ്മമാണ്. അതാണ് ബ്രഹ്മസാക്ഷാത്കാരം. ആത്മീയതയിലേക്ക് തിരിയുന്നവർക്ക് വേണ്ട യോഗ്യത. പക്ഷെ ഇന്ന് അതല്ല. ഇന്നുള്ള ആത്മീയവാദികൾ എന്ന് പറഞ്ഞാൽ വെറുതെ വേദങ്ങളെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രന്ഥങ്ങളുടെ പേരോ പറഞ്ഞിട്ട് പരസ്പരം ഈശ്വരനെ പലതായി കണ്ട് ഈശ്വരനെ ഏകനാണെന്നാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഈശ്വരനെ പലതായെല്ലാം കണ്ടിട്ട് തമ്മിൽ തല്ലി പലതായി തരംതിരിഞ്ഞ് തമ്മിലടിക്കുന്ന അവസ്ഥയിലാണുള്ളത്. അതൊന്നും ആത്മീയതയല്ല. വേദം പറയുന്ന ആത്മീയതയല്ല. അപ്പോൾ ഇതാണ് ഈ സൂക്തത്തിലൂടെ പഠിപ്പിക്കുന്നത്.